ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? വർണ്ണിനി കുരുവിയും ആൽമരവും. പണ്ട് കാശിയിൽ വർണ്ണിനി എന്നു പേരുള്ള ഒരു കുരുവിയുണ്ടായിരുന്നു. കാടിനടുത്തുള്ള വലിയ ഒരു ആൽമരത്തിൻ്റെ പൊത്തിലാണ് അവൾ താമസിച്ചിരുന്നത്. ഒരു ദിവസം നായാട്ടിന് വന്ന ഒരു വേടൻ എയ്തുവിട്ട അമ്പ് ആൽമരത്തിൽ വന്നു തറച്ചു. വേടൻ്റെ അമ്പിൽ കൊടിയ വിഷം പുരട്ടിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആൽമരത്തിലെ കൊമ്പുകളും ഇലകളുമൊക്കെ വിഷമേറ്റ് വാടിപ്പോയി. പൊത്തിലിരുന്ന വർണ്ണിനിയാകട്ടെ വലിയ സങ്കടമായി. ആൽമരത്തെ വിട്ടുപോകാൻ കുരുവിക്ക് മനസ്സ് വന്നതേയില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ആൽമരം മുഴുവനായും ഉണങ്ങി. എന്നിട്ടും കുരുവി പൊത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ആൽമരത്തോടുള്ള വർണ്ണിനിയുടെ സ്നേഹം കണ്ട ദേവേന്ദ്രൻ അവളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദേവേന്ദ്രൻ ഒരു കൃഷിക്കാരൻ്റെ വേഷത്തിൽ ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, "അല്ലയോ കുരുവി, ഈ ആൽമരം ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങി നിലത്ത് വീഴും. ഈ കാട്ടിൽ ധാരാളം മരങ്ങളുണ്ട്. നിനക്ക് അവയിൽ ഏതെങ്കിലും ഒന്നിൽ പോയി താമസിച്ചുകൂടെ?" ഇത് കേട്ട വർണ്ണിനി കുരുവി പറഞ്ഞു, "ഞാൻ ജനിച്ചതും വളർന്നതും ഈ ആൽമരത്തിൻ്റെ പൊത്തിലാണ്. മറ്റൊരു മരത്തിലേക്ക് താമസം മാറ്റിയാൽ അതൊരിക്കലും ഈ ആൽമരത്തിന് തുല്യമാകില്ല." കുരുവിയുടെ ആത്മാർത്ഥത കണ്ട ദേവേന്ദ്രന് സന്തോഷമായി. ദേവേന്ദ്രൻ കുരുവിയെ അനുഗ്രഹിച്ചു. ആൽമരത്തിൻ്റെ ഇലകളും ചില്ലകളും പഴയതുപോലെ ആയിത്തീർന്നു. കുരുവിക്ക് വളരെ സന്തോഷമായി.